നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിന് 1-2 മിനിറ്റ് എണ്ണയിൽ വാട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി അല്ലെങ്കിൽ 2 മീഡിയം ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളീനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചുവപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഉള്ളീനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വാടി എന്ന് തോന്നുമ്പോൾ ഇതിലേക്ക് 100 ഗ്രാം തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങനെ ലൈറ്റായിട്ട് ചുവന്ന കളറ് വരുന്നത് വരെ വേണം മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ ലൈറ്റായിട്ട് ചുവന്ന കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ മസാലേനെ ഉള്ളിയുടെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് മസാലേൻ്റെ ഉള്ളിയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മീഡിയം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളീനെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്നവരെ വേണം മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് സോഫ്റ്റ് ആവും. അപ്പോൾ ഇവിടെ ഞാൻ അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. 10 മിനിറ്റ് അതിൻ്റെ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 300 ഗ്രാം ചെമ്മീനിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീനിനെ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഈ മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് അതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം, അത് വന്നിട്ട് 250 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ചെമ്മീന് നല്ല വേവുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ വേവിക്കുമ്പോൾ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അരമണിക്കൂർ ആയതിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട തിക്നെസ് അതിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 250 ml ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ചെമ്മീനിന് നല്ല വേവുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. എന്നിട്ട് കൊത്തമല്ലി ഇല വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.